ഓക്കെ, നമ്മളിപ്പോൾ -17 പുറത്താണ്. ഇതിപ്പം എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല. ഫീൽസ് ലൈക്ക് -23 ഉണ്ട്. വിൻഡ്ചില്ലാണത്. കാറ്റടിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചറിനേക്കാൾ പിന്നെയും താഴോട്ട് പിന്നെയും പോകും. ഇപ്പം -17, ഫീൽസ് ലൈക്ക് -27. ഇപ്പോൾ തൽക്കാലം വലിയ വെട്ടമൊന്നും ഇല്ലെങ്കിലും നമുക്കിത് എത്ര മാത്രം ക്ലിയർ ആയിട്ട് കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കൊരു അതിരാവിലെ ഒരു ഷോട്ട് എടുത്ത് നോക്കാം. രാവിലെ തണുപ്പത്തൂടെ നടന്ന് ലേക്കിൽ കൂടെ ഒന്ന് നോക്കാം. ലേക്കും എല്ലാം കട്ട പിടിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഇപ്പോൾ ഇവിടെ. അപ്പം ഒന്നും പറയണ്ട. പിന്നെ എല്ലാവരും പറയും കാനഡയിൽ എപ്പോഴും ഭയങ്കര തണുപ്പാണ്. തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു വേഷം ഇട്ടാൽ ഒരു കുഴപ്പമില്ല. അത് പക്ഷേ ഞാൻ ചിലർ പറയും നമ്മൾ ഇവിടെ വരുമ്പോൾ അഡ്ജസ്റ്റ് ആകുന്നതാണ്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആവും, പക്ഷേ ബാക്കിയെല്ലാം നമ്മളിടുന്ന വേഷം പോലെ ഇരിക്കും. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വേഷം എടുത്ത് ഇവിടെ ഇട്ടാൽ ഒരു കാര്യമില്ല. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ചിലർ ജാക്കറ്റൊക്കെ വാങ്ങിക്കും. അതങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ ഇവിടെ ഐസ് കട്ട പോലെ ഇവിടെ വെറുതെ ഇരിക്കും വഴിയിൽ. അത് ബേസിക്കലി ഇവിടെ എല്ലാവരും പറയുന്നുള്ളത് ദർ ഇസ് നോ ബാഡ് വെതർ, ഓൺലി ബാഡ് ക്ലോത്തിങ്. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന അത്ര വലിയ നല്ല ക്ലോത്തിങ് അല്ല, അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഒരു ഷോട്ട് പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ചെറിയ തലവേദന എടുക്കാൻ തുടങ്ങിയൊന്ന് സംശയം.